പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യ രാജ്യം നമുക്ക് പഴയ ഒരു മതേതരത്വ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക് അതിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, മതേതരത്വ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു മുന്നേറ്റത്തിന് ബഹുമാന്യനായ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് തുണയേകാൻ, ശക്തി നൽകാൻ ബഹുമാന്യനായ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി താഴേക്കോട് പഞ്ചായത്തിലെ ഏറ്റവും ക്രിട്ടിക്കൽ ബൂത്തായ 87-ാം ബൂത്തിൽ 5 വാർഡുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ബൂത്തിൽ അതിൻ്റെ ബൂത്തിൻ്റെ കൺവീനർ കബീർ, അതുപോലെ തന്നെ ഈ 15-ാം വാർഡ് വനിതാ ലീഗിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള നമ്മുടെ ഈ ക്യാമ്പയിനിൽ, ഹൗസ് ക്യാമ്പയിനിങ്ങിൽ വീടുകളിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട എസ്.ടി.യുവിൻ്റെ തൊഴിലുറപ്പൻ കുടുംബശ്രീയുടെ നിയോജകമണ്ഡലം ഭാരവാഹി കൂടിയായ സെൽമത്ത്, അതുപോലെ തന്നെ മോട്ടോർ തൊഴിലാളി യൂണിയൻ എസ്.ടി.യുവിൻ്റെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം ട്രഷറർ, നിയമ വിഷയങ്ങളിൽ, പോലീസ് സ്റ്റേഷൻ സംബന്ധമായ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുന്ന പ്രിയപ്പെട്ട സുധീർ, അതുപോലെ തന്നെ വനിതാ ലീഗിൻ്റെ ഈ വാർഡിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പൊന്നേത്ത് ഷമീറ, അതുപോലെ തന്നെ ഈ വാർഡ് വനിതാ ലീഗിൻ്റെ ട്രഷറർ ഷമീന കൂരി അടക്കമുള്ള ആളുകൾ ഇന്നത്തെ നമ്മുടെ ഈ അഭിമുഖത്തിൽ, ഇന്നത്തെ ഫീഡ്ബാക്കിൽ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാർഡിൽ കഴിഞ്ഞ ടേമിൽ മത്സരിച്ച, ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സോഫിയയുമായി മത്സരിച്ച, കഴിഞ്ഞ ടൈമിൽ അതിന് മുമ്പ് ജനപ്രതിനിധിയായിരുന്ന സീനത്ത് പുത്തൂർ അടക്കമുള്ളവർ നമ്മുടെ ഈ മീറ്റിങ്ങിൽ ചേരും. അപ്പോൾ ഇത് ആദ്യമായി നമ്മുടെ കൺവീനറോട് സംസാരിക്കാൻ വേണ്ടി ആദരവോടെ ക്ഷണിക്കണം. പ്രിയപ്പെട്ട നമ്മുടെ ബൂത്ത് കൺവീനർ സംസാരിക്കും. ഈ 87 ബൂത്തിൻ്റെ പ്രവർത്തനവുമായി ലോക്സഭ തെരഞ്ഞെടുപ്പിലേക്ക് ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് പ്രാദേശിക വാർഡ് വനിതാ പ്രതിനിധികളുമായി ലീഗ് പ്രസിഡൻ്റ് അടക്കം ഉള്ള വനിതാ ആളുകളുമായി അവസാനഘട്ട പ്രചരണത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 87 ബൂത്തിൽ പരമാവധി ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ബൂത്തടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കഴിയും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനം ഇതുവരെ വന്നതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബഷീർ സാഹിബ് വളരെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി നമ്മുടെ ഈ 87-ാം ബൂത്തിൽ കുറച്ച് ദിവസങ്ങളിലായി ഹൗസ് ക്യാമ്പയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന, നീണ്ട ഒരു 4 ടേമായി ഞങ്ങൾ കൃത്യമായി 87-ാം ബൂത്തിൽ പ്രവർത്തിച്ച് പ്രാക്ടീസുള്ള വ്യക്തി കൂടിയായ മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം ട്രഷറർ കൂടിയായിട്ടുള്ള സുധീർ വി പി സംസാരിക്കും. നമസ്കാരം. നമ്മുടെ ഇലക്ഷനും സംബന്ധിച്ച് നമ്മൾ 87-ാം ബൂത്തിൽ 5 ഭാഗങ്ങളായിട്ടാണ് ഇത് തിരിച്ചിട്ടുള്ളത്. 5 ഭാഗം എന്ന് പറയുമ്പോൾ ഒരുപാട് കുറച്ച് കഷ്ടം വരുന്ന, അല്ലെങ്കിൽ കുറച്ച് നടന്ന് കുറച്ച് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിട്ട് നമ്മൾ ആളുകളെ സമീപിക്കുന്ന ഒരു മേഖലയാണ് ഈ 87-ാം ബൂത്ത്. ചേരി സ്കൂൾ മുതൽ കനകിലത്താണി ഭാഗം വരെയാണ് ഈ ബൂത്തിൻ്റെ ഇത് കിടക്കുന്നത്. അപ്പോൾ ജനങ്ങളെ എല്ലാവരെയും പോയി നേരിട്ട് കണ്ടു. നല്ല പ്രതികരണമാണ്. മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ജനങ്ങൾ നമ്മോട് പങ്കുവെച്ചു. ഞങ്ങളൊരു ടീമായിട്ട് തന്നെയാണ് എന്നും ഇറങ്ങാറ്. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, മോട്ടോർ തൊഴിലാളികളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കേരള സർക്കാർ ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, ഇന്ന് ഒരുപാട് പാവങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൊണ്ടുപോകുന്നൊരു പ്രയാസത്തിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മോട്ടോറിൻ്റെ രംഗത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പെർമിറ്റ് പുതുക്കുന്ന കാര്യത്തിലൊക്കെ 400 രൂപ മുതലുള്ളത് 4000 വരെ ആക്കിയിട്ടും മറ്റുള്ള എല്ലാ പ്രയാസങ്ങളും മുൻനിർത്തിയിട്ടാണ് ഇന്നത്തെ സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു മറുപടി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ പ്രിയങ്കരനായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും രാഹുൽ ഗാന്ധിക്ക്
നല്ല ഒരു മുൻനിരയിൽ നിർത്തിക്കൊണ്ട് നമുക്കിവിടെ ഒരു മുന്നണി കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവരോടും നമുക്ക് സഹകരിച്ച എല്ലാവരോടും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിപ്രായങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഹൗസ് ക്യാമ്പയിനിങ്ങിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ താരമായിട്ടുള്ള വളരെ കൃത്യതയോടുകൂടെ തന്നെ നമ്മളൊരു ഹൗസ് ക്യാമ്പയിൻ നടത്തുമ്പോൾ ആ വീട്ടുകാരുമായി സംവദിക്കുമ്പോൾ വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുന്നതിൽ കൃത്യമായും വോട്ടിംഗ് മെഷീന് വോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ അതിൻ്റെ പോയിൻ്റുകളും കൃത്യമായും ആ സ്ഥാനാർത്ഥിയുടെ കൃത്യമായി ആ പോയിന്റിൽ തന്നെ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞ് ഫലിപ്പിച്ച് വോട്ടർമാരെ കയ്യിലെടുത്തുകൊണ്ട് 86 ബൂത്തിൽ വനിതകളുടെ ഒരു പ്രതിനിധിയായി വനിതാ ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായ സൽമത്ത് നമ്മുടെ ഫീൽഡിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും വിശദീകരിക്കും. അസ്സലാമു അലൈക്കും. 87 ബൂത്ത് പറഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കലൊരു ബൂത്താണ്. ഇതൊരു 4-5 ഭാഗമായിട്ടാണ് ഈ ബൂത്ത് കിടക്കുന്നത്. അപ്പോൾ ഇത് പറയണമെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ ഇന്നേക്ക് 4-5 ദിവസമായി ഇതേപോലെ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഞങ്ങൾ നല്ല ഒരു ഇതായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ നമ്മൾ ചെല്ലുന്ന വീടുകളിലൊക്കെ നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് കയറി സംസാരിക്കാനും അവരായിട്ട് നന്നായിട്ട് ബന്ധപ്പെടാനൊക്കെ കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എന്തായാലും വോട്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. നല്ല നിലയിൽ തന്നെയാണ് എല്ലാവരും ഒരു അഭിപ്രായം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു സമാധാനമുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒപ്പം നിൽക്കാനും സംഗമിക്കാനും ഒക്കെ കഴിയുന്നില്ല. ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഇനിയിപ്പോൾ വേണ്ട എന്താ വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല നിങ്ങളും കൂടി ഞങ്ങളുടെ കൂടെ ഒന്ന് കൂടി തരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരോടും നല്ല നിലക്ക് പറയാണ്, അപേക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും E.T. മുഹമ്മദ് ബഷീർ സാഹിബിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ വോട്ടും ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. എന്നെ സഹായിക്കണമെന്ന് സുഹൃത്തുക്കളെ, നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഈ നിലപാട് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്. നമുക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു, എന്തെല്ലാം നല്ലതിൽ കൂടെ നമ്മൾ പോയിരുന്നു. നമ്മൾ ഭരണം ഉണ്ടായിരുന്നപ്പോൾ നമ്മളെ ഉമ്മൻചാണ്ടി സാറൊക്കെ ഭരിക്കണ സമയത്ത് എത്ര നല്ലതിലാണ് പോയിരുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേക്ക്. ഗ്യാസ് 400 രൂപയ്ക്ക് ഗ്യാസ് കിട്ടുന്ന സമയത്ത് ഇപ്പോൾ 1100 രൂപ. 1000 രൂപയുടെ ചന്തയിൽ കയറി നമുക്ക് എന്തെങ്കിലും കൊണ്ടുണ്ടോ? 50 പൈസൻ്റെ കേസിൽ ഒരു സാധനം വാങ്ങിയിട്ട് വരാമല്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ പെട്രോള് അത് എല്ലാ കാര്യത്തിലും ഒന്നിക്കൊന്ന് കൂടുതലല്ലാതെ ഒന്നിനും കുറവായിട്ട് നമുക്ക് ഇതുവരെ ഒരു ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നാളെ മുതലുള്ള കാര്യങ്ങളും നിങ്ങൾ തീരുമാനം എടുക്കാൻ. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടതിൻ്റെ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് തീരുമാനം എടുക്കണം. എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ നാടിൻ്റെ പോക്കൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും നല്ല കോണിക്ക് വോട്ട് ചെയ്തുകൊണ്ട് E.T. മുഹമ്മദ് ബഷീർ സാഹിബിനെ വിജയിപ്പിക്കാൻ നോക്കുക. നമുക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റണം. നല്ലൊരു ഭരണം നമ്മുടെ നാട്ടിൽ വരാൻ എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങളെല്ലാവരും ഒരു ഉറച്ച തീരുമാനം എടുക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഏറെ സുപ്രധാനമായ തിരഞ്ഞെടുപ്പാണെന്ന് നമ്മൾ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല. രാജ്യം നിലനിൽക്കേണ്ടത് ജനാധിപത്യ രാജ്യമെന്ന രാജ്യം നിലനിൽക്കും. പക്ഷേ രാജ്യത്ത് ജനാധിപത്യവും രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ മതേതരത്വവും ഒക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കൃത്യമായി നിങ്ങളത് മനസ്സറിഞ്ഞ് മനസ്സിൻ്റെ ഒരു ഉള്ളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്തുകൊണ്ട് E.T. മുഹമ്മദ് ബഷീർ സാഹിബിനെ വിജയിക്കുക. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തെ 3 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ പൊന്നാനി നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ മലപ്പുറം നിയോജക മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് മത്സരിക്കുന്നു. പ്രിയപ്പെട്ട 3 ജനപ്രതിനിധികൾ അവരുടെ ട്രാക്ക് റെക്കോർഡ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ ടൈമിൽ നീണ്ട ഒരു 20 വർഷത്തോളമായി നമ്മുടെ ബഹുമാന്യനായ E.T. മുഹമ്മദ് ബഷീർ സാഹിബ് പാർലമെൻറ്റിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ സമദാനി സാഹിബും പാർലമെൻറ്റിനകത്ത് നല്ല കൃത്യമായി പങ്കാളിത്തം വഹിച്ചിട്ടുള്ള 84% ഹാജർ നിലയുള്ള ഒരു പ്രതിനിധികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താ വെച്ചാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 7.5 പതിറ്റാണ്ട് കാലമായി ഈ പാർലമെൻറ്റ് ഉണ്ടാക്കി അന്ന് മുതൽ ആദ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഈ തെരഞ്ഞെടുപ്പ് വരെ കൃത്യമായും മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും അതിന് ഉതകുന്ന നേതാക്കളാണ് ഈ ഒരു മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികളായി പാർലമെൻറ്റിൽ എത്തിയിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ശരീഅത്ത് വിവാദത്തിലും ഷബാനോ ബീഗം കേസിലും അതുപോലെ തന്നെ
ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബംഗാളിലെ നന്ദിഗ്രാമിലെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിനെതിരെ ഉണ്ടായ അതിക്രമത്തിലും ആ കാലങ്ങളിലൊക്കെ ബഹുമാന്യനായ മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠു സാഹിബും ഗുലാം മഹമ്മൂദ് ബനാത്തുവാല സാഹിബും അതോടൊപ്പം തന്നെ ലോകം കണ്ട ഏറ്റവും സമുന്നതനായ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പ്രിയപ്പെട്ട ഇ അഹമ്മദ് സാഹിബൊക്കെ കടന്നുപോയ ഒരു കാലഘട്ടത്തിലാണ് അതിൻ്റെ പിന്മുറക്കാരായിട്ട് ബഹുമാന്യനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്തോളിയിലെ മുത്ത് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ അതേ ഒരു രൂപത്തിലാണ് ഞങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ കാണുന്നത്. കൃത്യമായി തന്നെ പാവപ്പെട്ടവൻ അത്താണിയായി രാജ്യത്തെ 30 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിന് 60% വരുന്ന പിന്നോക്കക്കാർക്കും അത്താണിയായി താങ്ങും തണലുമായി മലപ്പുറത്തുകാർ വോട്ട് ചെയ്യുന്ന ഒരു പ്രതിനിധി കൃത്യമായി തന്നെ പാർലമെൻറ്റിൽ എത്തുമ്പോൾ 543 MP-മാരിൽ വേറിട്ട ശബ്ദമായി കൃത്യമായി കാര്യങ്ങൾ വളരെ കിട്ടുന്ന കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു വ്യക്തിത്വമായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് കൃത്യമായും പാർലമെൻറ്റിലേക്ക് എത്തേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് 7.5 പതിറ്റാണ്ടുകൾക്കപ്പുറവും ഊതിക്കാച്ചിയ പൊന്ന് കൃത്യമായി അത് തേച്ച് മിനുക്കി കൃത്യമായി ബഡേക്കണ്ടി പോക്കർ സാഹിബിൻ്റെയും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിൻ്റെയും ഗുലാം മഹമ്മൂദ് ബനാത്തുവാല സാഹിബിൻ്റെയും ഇ അഹമ്മദ് സാഹിബിൻ്റെയും ഒക്കെ പിൻഗാമികളായി പാർലമെൻറ്റിലേക്ക് ചെല്ലുന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് കൃത്യമായും അതിന് ഉതകുന്ന പ്രവൃത്തി പരിചയമുള്ള പക്വതയുള്ള തൊഴിലാളി നേതാവായി ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് പാവപ്പെട്ടവർക്ക് അത്താണിയായി അത് ഡൽഹിയിലെ കൊടുംതണുപ്പിൽ പാവപ്പെട്ടവർക്ക് ദുരിതമനുഭവിക്കുന്നവർക്കാണെങ്കിലും ശരി, ജാർഖണ്ഡിൽ പരം കോച്ചുന്ന തണുപ്പിൽ അവർക്ക് പുതപ്പ് നൽകി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് ശരി. ഈ ബീഫിൻ്റെ പേരിൽ ജുനൈദിനെയും അഖലാഖിനെയും ഒക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തേണ്ട രൂപത്തിൽ നടന്നപ്പോൾ അവർക്കൊക്കെ താങ്ങും തണലുമായി അവരുടെ കുടുംബത്തെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ ചെലവും മറ്റുമൊക്കെ നൽകി രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ എല്ലാം ഓടിയെത്തി ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലം മാത്രം നോക്കിയാൽ മതി. പക്ഷേ അദ്ദേഹം മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ അദ്ദേഹം അത് മനസ്സിലായി കൃത്യമായി തന്നെ രാവും പകലുമില്ലാതെ കൃത്യമായി ഓടി നടന്ന്, നമുക്കറിയാം മോട്ടോർ സൈക്കിളിലാണ് ജാർഖണ്ഡിലെ പല മേഖലയിലേക്കും അദ്ദേഹം ഈ വെള്ളപ്പൊക്കമൊക്കെ നടന്ന സമയത്ത് മോട്ടോർ സൈക്കിളിലാണ് കടന്നു പോകുന്നത്. പോലീസുകാർ തടുത്ത് നിങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാൻ അവസരമില്ല എന്ന് പറഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഒരു MP ആയി എനിക്ക് രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ എവിടെ വേണമെങ്കിലും പോകാൻ എനിക്ക് അനുമതിയുണ്ട്, അതിന് നിങ്ങൾ തടുത്തിട്ട് കാര്യമില്ല എന്ന് കയർത്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ കയർത്തുകൊണ്ട് കൃത്യമായി ആ സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടുന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് കാശ്മീരിലെ കത്തു എന്ന പെൺകുട്ടിയുടെ വിഷയത്തിലാണെങ്കിലും എല്ലാ മേഖലയിലും കൃത്യമായി വ്യക്തിമുദ്ര പതിപ്പിച്ച, നിങ്ങൾക്കൊക്കെ ഞങ്ങൾ ഈ വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല, യൂട്യൂബിലും ഫേസ്ബുക്കിലും കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെ ഒരു ജനപ്രതിനിധിയായി നമുക്ക് മലപ്പുറത്തുകാർക്ക് ലഭിക്കുന്ന ഒരു വലിയ ഒരു അംഗീകാരമാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. 26-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ സമാധാനത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ചിഹ്നമായ കോണി അടയാളത്തിൽ അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഗാന്ധി കുടുംബത്തിൻ്റെ ഇന്നത്തെ നേതൃത്വത്തിന് രാഹുൽ ഗാന്ധിയെ പോലെ, പ്രിയങ്ക ഗാന്ധിയെ പോലെ, സോണിയ ഗാന്ധിയെ പോലെയുള്ള നേതാക്കൾക്ക് ശക്തി പകരാൻ, ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാൻ നിങ്ങളെല്ലാവരും അതിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വേളയിൽ നമ്മൾ അവസാന ഘട്ട തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിലാണ്. ഇനി കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിൽ ഉൾക്കൊണ്ട് നേരത്തെ അവിടെ സൂചിപ്പിച്ചു. അവശ്യ സാധനങ്ങളെക്കുറിച്ച്, ഗ്യാസിനെക്കുറിച്ച്, എല്ലാ മേഖലയിലും നിങ്ങൾക്ക് പഞ്ചായത്ത് പരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നിങ്ങൾക്കറിയാം. എല്ലാം നിങ്ങൾക്കറിയുന്ന വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ വോട്ടവകാശം കൃത്യമായി കോണിയിൽ നൽകി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു സ്ഥാനാർത്ഥിയായ ബഹുമാന്യനായ അബ്ദുൽ സമദ് സമദാനി സാഹിബിനെ, ബഹുഭാഷാ പണ്ഡിതൻ, അദ്ദേഹത്തെ കൂടി ഈ സമയത്ത് വിജയിപ്പിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് മത്സരിക്കുന്ന നവാസ് ഗനി അടക്കമുള്ള ആളുകളെ നമ്മൾ പരാമർശിക്കുകയാണ്. വൻ ഭൂരിപക്ഷത്തോടു കൂടി മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾ എന്നും ഉണ്ടായതുപോലെ തന്നെ ഇപ്രാവശ്യം കൃത്യമായും ഉണ്ടാകാൻ നിങ്ങളുടെ പങ്കാളിത്തം, നിങ്ങളുടെ കയ്യൊപ്പ് അതിലുണ്ടാവട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് UDF.